തറവാട്ടിലേക്ക് ഒന്നുകൂടി പറയോ ഒന്നുകൂടി പറയോ അതാ തറവാട്ടിലെ ശരിക്കും പറയോ ഭയങ്കര ഞാന് എനിക്ക് നിങ്ങളൊക്കെ കൂടുതൽ ഇഷ്ടമായി നിങ്ങളെ വയറാണ്. ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണോ പ്ലീസ് അത് പറഞ്ഞു തരൂ. അപ്പൊ ഞങ്ങൾ പോവരുത് പറ്റിയ അങ്ങനെ ഞാൻ വിടില്ല നിങ്ങളെ. അപ്പൊ നോക്കട്ടെ അങ്ങനെ പറഞ്ഞിട്ട് കടലമ്മ പറഞ്ഞല്ല പെട്ടത് കണ്ണീരല്ല മുളല്ലേ കത്തത് കരയല്ല കടലല്ല കണ്ടത് കടലിന്റെ മക്കളാ കടലിന്റെ അതെന്താ ഇതിലേക്ക് പറഞ്ഞിട്ട് കടലിന്റെ അന്നില്ല ശരിക്കും അങ്ങനെയല്ല ഞാൻ ഇവിടെ വന്ന് കടലിന്റെ ഞാൻ ഇപ്പൊ പോയി ഏത് പാട്ട് പാടുമ്പോ ഞാൻ അങ്ങനെ കടലിന്റെ അതുപോലെ ഞാൻ മറ്റൊരു പാടി നോക്കി എന്താ ഐഗിരി നന്ദിനി നന്ദിതമേദിനി വിശ്വവിനോദി നന്ദനുജേ എന്തൊക്കെയാണ് അറിയില്ല. അപ്പൊ അങ്ങനെ എന്തൊക്കെ പറയാ തറവാട്ടും വരുന്ന ആ തറവാട്ടും പേര് വളരെ കല്യാണത്തിന് ഭംഗിയുടെ അങ്ങനെ വളയംകുളത്ത് തറവാട്ടിലേക്ക് കൊടക്കനാറ് വാദിക്കില്ലടോ. ആരെ പറഞ്ഞു മുത്തപ്പന് വയസ്സായി നിങ്ങളോട്? ഞാൻ സ്റ്റിൽ ഞങ്ങൾ കേട്ടോ. ആഹാ ഇതൊക്കെ ഈ വടി കൊണ്ടപ്പോ ഞാൻ പറഞ്ഞതാണ്. അതെ ശബരിമല ഇങ്ങോട്ട് നോക്കൂ. തെരച്ച് നിൽക്കണം പറഞ്ഞേക്കണേ. തെരച്ച് നിൽക്കണം, നേരത്തെ നിൽക്കണം, തെരച്ച് നിൽക്കണം. അതാ നാലേറ്റിലൊക്കെ അതേപോലെ നിൽക്കണം. അങ്ങനെ വേണം. അപ്പൊ തറവാട്ടിലേക്ക് വടക്കാറ് ബാധിക്കില്ലോ. മൊത്തപ്പ എഴുന്നള്ളി വന്നെന്ന് പറയണത്. ഇനിയിപ്പോ എന്തൊക്കെ വേണ്ട, ഇതിന് കൂടുതൽ സന്തോഷം നിങ്ങൾക്ക് വേണം. അപ്പൊ മൊത്തപ്പനെ സ്നേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങൾ കൈവച്ചാൽ അത്ര വേണ്ടത്. അപ്പൊ ഞാനിടോ ഇന്ന് വടക്കനാറ് വാദിക്കൽ എത്തിയെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഏറ്റവും പെട്ടെന്ന് പറയുന്നതിന് ഒരു 120 സ്ക്വയർ ഫീറ്റിന് കൂടുതലുണ്ടെങ്കിൽ ഞാൻ ഇവിടെ താമസിക്കായിരുന്നു. അത്രയ്ക്ക് സ്ഥലം. അപ്പൊ ഞാൻ എനിക്കിവിടെയുള്ള കോഴിക്കോട്ട് കർമ്മത്തിനുള്ള കാര്യാദികൾ കൊണ്ടുവരണട്ടാ. ഇന്ന് കഴിഞ്ഞാലും ഇനി ഞാൻ മുന്നോട്ട് പോകുള്ളൂ. എനിക്ക് കോഴിക്കോട്ട് കാര്യാദികൾ കർമാദികൾക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവരണം. ഇന്ന് കഴിഞ്ഞാലും ഞാൻ അതിലേക്ക് ഞാൻ കടക്കുള്ളൂ. എവിടെ തനവിടെ ഏത് തറവാട്ടിൽ പോയാലും ഇത് ഇങ്ങനെ തന്നെയാണ്. ഇതൊക്കെ ഇത് കുറെ കൂടുതലുണ്ടാവും. ഇത് ഇത്ര ഉണ്ടാവും. ഇത് വർഷങ്ങളായിട്ട് ഈ നിങ്ങളെ കുഴപ്പത്. അത് ഞാൻ ഏത് തറവാട്ടിൽ പോയാലും ഇത് ഇങ്ങനെ തന്നെയാണ്. നേരെ തിരിച്ചു വെക്കാൻ പറ്റിയത്. അതിന് വേറെ ഒഴിക്കില്ലോ. കാര്യം പറയാന്ന് വെച്ചാൽ നിങ്ങളൊക്കെ അല്ല കാണാൻ വരുന്ന ആൾക്കാര്. അല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. ഇത് കൂടുതൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്നും ഇവിടെ പോവില്ല, ഞാനും പോവില്ല. അപ്പൊ അങ്ങനെ എവരിബഡി നോക്കാം. ഞാൻ എന്റെ ആയുധം ഞാൻ ഇവിടെ വെക്കട്ടെ. ആദ്യം ഇവിടെ വെക്കട്ടെ, മുമ്പിൽ വെക്കട്ടെ. എന്നൊക്കെ എന്റെ അമ്മ പറഞ്ഞിട്ട് നീ എവിടെ പോയാലും പൊന്തി നിക്കണം, പൊന്തി നിക്കണം. എവിടെ പോയാലും പൊന്തി നിക്കണം. ഏത് തറവാട്ടിൽ പോയാലും പൊന്തി നിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പൊന്തി നിക്കണം. നമ്മളെ ഏത് സ്ഥലത്തിൽ ചെന്നാലും
എവിടെ ചെന്നാലും ഏത് തട്ടിൽ ചെന്നാലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പൊന്തിക്കുന്നില്ലേ അല്ലേ? അതെ അല്ല ഐറ്റം ചെറിയ ഡൗട്ട് തോന്നി, അതാണ് ഞാൻ വീണ്ടും നോക്കിയത്. അപ്പൊ അങ്ങനെ ഞാനിത് ഇവിടെ വെക്കണോ കൊളാംകുളത്തേക്ക് പറയുന്നത് ഇവിടെ നോക്കിയാ നാളെ ഉച്ചയാകുമ്പോഴേ ഞാൻ എടുക്കണോട്ടാ, കുഴപ്പമില്ല. ഉച്ചയാകുമ്പോ എടുക്കണം അല്ലേ? അങ്ങനെ എന്റെ മറ്റെങ്ങനെ അങ്ങനെ ആക്കാളെ തരും ഇങ്ങനെ അയ്യോ ഇത്ര വലുതായ കാരണക്ക് കാണാൻ ഞാൻ. അപ്പൊ അങ്ങനെടോ ഞാനിന്റെ തുടങ്ങാൻ ചുമയുണ്ട് അവിടെ. ആ ചുമയും പനിയൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ നോക്കണം കേട്ടോ. അത് ഞാൻ ഇവിടെ ഞാൻ അപ്പഴേക്ക് എന്റെ മറ്റത് ഇളകിയതല്ലേ. ഞാൻ നോക്കണം. നമ്മളോടൊരു കാര്യം പറയണം, ഈ മലവാഴത്തെ കാര്യം പറയാൻ പോണം. എനിക്ക് റേഡിയേഷൻ പറ്റിയതാണ്. അവര് ഇപ്പൊ സമയം എത്രയെന്ന് അറിയാം, 11:30 പിന്നെ വിളിക്കാന്ന് പറയാറുണ്ട്. അപ്പൊ നാളെ കാശ് വിളിക്കാന്ന് പറഞ്ഞോ വേണമെന്നുണ്ടെങ്കിൽ ഞാനും വിളിക്കാം. അപ്പൊ ഞാൻ നോക്കട്ടെ. ഈശ്വരാ ഈശ്വരാ ഓരോരുത്തരും ഇവിടെ വന്നിട്ട് മൊബൈൽ ഓണാക്കിട്ട്. അപ്പൊ ഈശ്വരാ ഈശ്വരാ ഇവിടെ ഭക്തിപൂർവ്വമായിട്ടുള്ള പരിപാടി നടത്തുന്നുണ്ട്. ഭക്തിപൂർവ്വമായിട്ടുള്ള പരിപാടി നടത്തുന്ന കാണാല്ലേ. അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെ പാട്ട് മ്യൂസിക് വെച്ച് അങ്ങനെ ആക്കല്ലേ. ഈശ്വരാ ഈശ്വരാ ഈശ്വരാടാ ഡാനല്ല, അതിനൊന്നും കാണാനില്ല, ഈശ്വരനും കാണാനില്ല. ഈശ്വരാ ഈശ്വരാ ഉദിച്ചു വരുന്ന ഈശ്വരാ 12,000 വിളക്കതിരേ, 6 അയ്യപ്പന്മാരെ 100 ദേവന്മാരെ, 6 അയ്യപ്പന്മാരെ 100 ദേവന്മാരെ. ഇത് പുറത്തേക്ക് അങ്ങനെ മലമൂട്ട അതുപോലെ ഇതുപോലെ ഉണ്ടാക്കി തന്നിരിക്കുന്നട്ടാന്ന് പറയുന്നത്. അപ്പൊ ഞാനും താനും പേരയ്ക്ക് വന്നിന് ചങ്ങാതി. ഉള്ളി കേറ്റർക്കും കുന്നങ്ങളും താളം പിടിക്കും ചമ്മൂര്, ഉത്തരം കോലി ചിറ്റഞ്ഞൂര്, തെക്കൻ തൃശ്ശൂർ ദേശത്ത് പെണ്ണ് ചോദിച്ചു കിട്ടാത്ത മഹാപോത്തിരേ. എന്തെന്ന് ചോദിച്ചപ്പോ ആരോടൊക്കെ ഇവിടെ വന്നിരിക്കണ കാർമാരെ ചെറുത് തരുന്നത് കഴിക്കേ. അതിന്റെ ഇടയിൽ പുലിവാൻ ഉണ്ടാക്കണ ചങ്ങാതി. അപ്പൊ അങ്ങനെ എന്തെന്ന് ചോദിച്ചപ്പോ ചോറ്, പിന്നെ ചാറ്, ചോറ്റും പുറത്ത് ചാറ്, 12 ചെമ്മീനങ്ങനെ അരച്ച് വെച്ച് ചാറ്. ഇളവള്ളിക്കാരന്റെ പോത്തം കഴിയുമ്പോ എനിക്കൊന്നും അറിഞ്ഞൂടല്ലോ എന്ന് ആളോട് പറയണത്. എന്നിട്ട് 15 മിനിറ്റ് ആയിട്ട് ആൾ ഇന്നിങ്ങനെ നിന്ന് നോക്കണേ. ആളുടെ ഈ നോട്ടങ്ങളെ വിറ്റ് പേരേറ്റ് പോയി. അത് എനിക്കൊന്നും അറിയില്ല. ഇവരെന്നിട്ട് എന്തോ ആട്ടം നടത്തുന്നുണ്ട് ഇവിടെ മലവായിട്ട്. അങ്ങനെ ആ സെറ്റപ്പാണ്. ഞാൻ അങ്ങനെ വന്നിട്ടൊന്നും പറഞ്ഞില്ല. എന്നെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറയാ. അപ്പൊ അങ്ങനെ ഇക്കിണ്ട് കലശം, കലശത്തിൻ്റെ കുരുതി, കുരുതിക്കിൻ്റെ കോഴി, കോഴിയുടെ മൂട്ടിലോട്ട, കോഴിയുടെ മൂട്ടയ്ക്ക് വേണ്ടി 3 പേരിൽ കയറ്റി തപ്പി നോക്കുന്ന നേരത്ത് മൂക്കത്ത് 100 കൊത്ത് കിട്ടി ചത്തു. സത്യം തിരുമനസുണ്ടാക്കിയെന്നിരിക്കണട്ടാ എന്ന് പറയണത്. എന്നിട്ട് ഇപ്പൊ പണ്ടത്തെ പോലെയല്ല, സത്യം തിരുമനസെന്നൊക്കെ പാക്കറ്റിലാക്കിട്ടാണ് കൊടുക്കുന്നത്. പണ്ടത്തെ പോലത്തെ പരിപാടികളൊന്നുമില്ല. ചേട്ടാ വരും. അല്ല, ഇത് കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ കേട്ടാ. തിരക്ക് പിടിക്കരുത്. ഇത് കഴിയാണ്ട് നിങ്ങൾക്ക് തുള്ളി കിട്ടിയത് അത്ര
അത്തിരൊന്നല്ല അരിദ്ര അരിദ്ര അതിന്റെ മുകളിൽ പൊട്ടന്തിരാ ഇതൊക്കെ മരത്തിന്റെ മുകളിൽ പൊട്ടാണെന്നാണെന്ന് വിളിക്കണം. മരത്തിന്റെ മുകളിൽ പൊട്ടാണ്ട് അപ്പൊ അത്തിരൊന്നും വിളിക്കില്ല, ഇതിന് അരിദ്രാന്ന് പറയാൻ ചെയ്യാലോ. അങ്ങനെ അയ്യോ ഞാൻ ഇതിന്റെ ഇടയില് കരിമ്പാറപ്പുറത്ത് ഇങ്ങനെ കമ്മടിച്ചു വീടിന്റെ കണ്ടാൻ ചെരുമ്പറക്കളെ കാഞ്ഞാനും കുട്ടിയാറേ നക്കിക്കോ. അല്ല നക്കിക്കോന്നല്ല പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ നുണഞ്ഞിക്കോന്ന് പറയാൻ പറ്റുമോ, നുണഞ്ഞെന്ന് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ സേവിച്ചോന്ന് പറയാൻ പറ്റുമോ? സേവിച്ചോന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നേരത്തെ പറഞ്ഞൊന്നും കേട്ടില്ല. അപ്പൊ അത് സേവിച്ചിട്ട് ഇത്തിരി കൂടിയുണ്ട്, അതിന്റെ കുഴപ്പം കൊണ്ടാണ്. അല്ലെങ്കിൽ അത് ഓക്കെ ആദ്യത്തെ ട്രാക്കിലാണ് വന്നത്. ഇത് രണ്ടാമത് പറഞ്ഞപ്പോഴാണ് എത്തിയല്ലോ. അപ്പൊ ഇതിനെ പോലെ ഞങ്ങളുടെ അവിടെ വലിയിട്ടുണ്ട്. ഇതൊക്കെ എന്ത് പറഞ്ഞാലും ആദ്യം ഇട്ട് കേൾക്കില്ല, രണ്ടാമത് പറഞ്ഞാലും ആള് കേൾക്കല്ലോ. അവിടെ നമ്മളിപ്പോ ഇങ്ങനെ പറഞ്ഞു എനിക്ക് പോണ്ടേ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ആള് പറയേ അത് നീ പറഞ്ഞത് ശരിയില്ലെന്ന് പറയും. അല്ല ആശുപത്രിക്ക് പോണ്ടേ, അത് നീ പറഞ്ഞത് ശരിയില്ലെന്ന് പറയും. തന്റെ ചെലവാണെങ്കിൽ ആശുപത്രിക്ക് വന്നാലോ പറഞ്ഞു ആശുപത്രിക്ക് അങ്ങനെ പറയുന്ന ആൾക്കാരാണ് അവിടെ. അപ്പൊ അങ്ങനെ കരിമ്പാറപ്പുറത്ത് ഇങ്ങനെ കമ്മണ്ണടിച്ച് വീണെന്ത് കണ്ടാൻ ചെരുമ്പറക്കളെ കാഞ്ഞാനും കുട്ടിയാറേ നക്കിക്കോ നുണഞ്ഞിക്കോ, അല്ലെങ്കിൽ ഇതൊക്കെ കൂടി മുണിങ്ങിക്കോ. അണ്ടി പോലെ ഇങ്ങനെ വളഞ്ഞ മുത്താ, തൊണ്ട് പോലെ ഇങ്ങനെ എളിഞ്ഞ മുത്തിയേ, ഹിന്ദി പോലെ ഇങ്ങനെ വളഞ്ഞ കുട്ടിയേ കുട്ടിട. ഞാൻ പറഞ്ഞ പുലിവല അങ്ങനത്തെ കുഴപ്പമില്ല ഇവിടെ. അതെ ഞാൻ എന്താണ് കോഴിമുട്ടുന്നത്, അതാണ് കോഴിമുട്ട്. അപ്പൊ ഞാൻ ശരിക്കും കോഴിമുട്ടു. അണ്ടി പോലെ ഇങ്ങനെ വളഞ്ഞ മുത്താ, തൊണ്ട് പോലെ ഇങ്ങനെ എളിഞ്ഞ മുത്തിയേ, ഹിന്ദി പോലെ ഇങ്ങനെ വളഞ്ഞ കുട്ടിയേ കുട്ടിയുടെ കുണ്ടിക്കെന്തട കുറ്റന്റെ കുറ്റാടി കുറുമ്പോ. കുറുമ്പന്റെ കുറുമ്പ് കാരണത്തക്കടാ കുറുമ്പ് ഗർഭിണിയെന്ന് പറയണേ. കണ്ടാ ആ കുറുമ്പ് പ്രസവിച്ച് അതിന് കുട്ടി അതിന്റെ ചങ്കുല് കുരു, ചന്തിമ കുരു, അവിടെ കുരു, ഇവിടെ ആകെ കുരു. അതാണ് ഈ ചങ്കുരു. അയ്യോ എന്തെന്ന് പറയാ. അപ്പൊ അങ്ങനെ രസം കണ്ട കാളി, വശം കണ്ട കാളി, ദിശ കണ്ട കാളി, 1008 കാളി 108 കാളി കണ്ണം കരുതലെ പൂവായി ചൂട്ടി, അങ്ങനെ പോങ്ങനെ കോലായി കുറിച്ചായി. അപ്പോൾ അത് വന്നപ്പോ ഞാൻ സ്ഥാനം മാറ്റി. അപ്പൊ അത് വന്നപ്പോ ഞാൻ രസം കണ്ട കാളി, വശം കണ്ട കാളി, ദിശ കണ്ട കാളി, 1008 കാളി 108 കാളി കണ്ണം കരുതലെ പൂവാലും ചൂട്ടി, അങ്ങനെ പോങ്ങനെ കോലായി കുറിച്ചായി. കുന്നത്ത് കുണിച്ചത്താ, മണ്ണത്ത് മണിച്ചത്താ, ചള്ളു പുള്ളി പാരം വരെ സത്യം തീരുമാനിച്ചുണ്ടാക്കിയിരിക്കണേ. പണ്ട് കാലത്ത് പറഞ്ഞെന്ന് വെച്ചാ ഞങ്ങളൊക്കെ ആദ്യം ഇങ്ങനെ ഫസ്റ്റ് ടൈമിലത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്ത്രീ ശക്തി എന്ന് പറഞ്ഞൊരു സാധനമായിരുന്നു. അപ്പൊ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോ അതിന്റെ ശക്തി ഇങ്ങനെ കുറഞ്ഞു. സ്ത്രീ ശക്തിയുടെ ശക്തി ഇങ്ങനെ പറഞ്ഞു 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 ചില സമയം നീ വന്നോ അല്ലെങ്കിൽ കുട്ടിയോടാ അപ്പൊ ഇനി നമുക്ക് രണ്ടുപേർക്ക് പറ്റേ. അപ്പൊ അങ്ങനെ ഈ സ്ത്രീ ശക്തിയുടെ ശക്തി ഇങ്ങനെ കുറഞ്ഞു 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 തുടങ്ങി. ഇതൊക്കെ ഞാൻ കാര്യം ഇത് നാടകം കാണാൻ ഇവരിത് കെട്ടുപിടിച്ചു മുത്തപ്പന്റെ മുകളിൽ 2 തവണ അമർത്തിക്കുക.
അങ്ങനെ ഈ പറഞ്ഞ പോയി വീണ്ടും അമർത്തിക്കോ. ശക്തി അതിന്റെ ശക്തി ഏതോ വകുപ്പിലെ വന്നത് മനസ്സിലായില്ല. കുഴപ്പമില്ല, കൊടുത്തിട്ട് പോവാം.